എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചട്നി റെസിപ്പിയാണ്. ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 3 പേർക്ക് സെർവ് ചെയ്യാൻ പാകത്തിനുള്ള ചട്നിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു 3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കൈയുടെ ഉള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കൈപ്പിടിയിൽ 3 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ സാധാരണ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചിടാൻ മാത്രമാണുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ചുകൂടി ലൂസാക്കണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക, കുറച്ചുകൂടി ടൈറ്റ് ആക്കണം എന്നുള്ളവർക്ക് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു പുളിക്ക് വേണ്ടിയാണ്, ഒരുപാട് പുളി ഒഴിച്ചു കൊടുക്കരുത്. നാരങ്ങനീരില്ലെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം പുളി അരയ്ക്കുമ്പോൾ ഇടാവുന്നതാണ്. അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. താളിച്ചെടുക്കാൻ വേണ്ടി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാവുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത് സെർവ് ചെയ്യാം. നമ്മൾ പച്ച അരപ്പിലേക്കാണ് താളിച്ച് ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും തന്നെ അറിയുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും വളരെ ബേസിക് ആയിട്ടുള്ളൊരു റെസിപ്പി ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ എല്ലാ റെസിപ്പീസിൻ്റെയും റിട്ടൺ റെസിപ്പീസ് ബ്ലോഗിലുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.